ഉം. ഞാൻ നിങ്ങൾക്ക് വരച്ചു തരാൻ പോകുന്നത് ഒരു ഫംഗ്ഷന്റെ ഗ്രാഫാണ്. ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ്. ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതാ ഞാനിരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് അയാളെ ഇങ്ങനെ വരച്ചു. ഈ ഒരു പോയിന്റിന് ശേഷം ഈ പുള്ളിക്കാരൻ സ്ട്രൈറ്റ് ലൈനായി പോകുന്നു എന്നാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. സ്ട്രൈറ്റ് ലൈനായി പോകും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയും ഇൻക്രീസ് ചെയ്യുകയാണെന്ന് പറയും. അതേസമയം ഈ ഭാഗം തൊട്ട് ഈ ഒരു ഭാഗം വരെ ഫംഗ്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡിക്രീസ് ചെയ്യുകയാണ്. വീണ്ടും ഈ ഒരു ഭാഗം തൊട്ട് ഈ ഒരു ഭാഗം വരെ ഫംഗ്ഷൻ വീണ്ടും ഇൻക്രീസ് ചെയ്യുകയാണ്. ഈ ഒരു പോയിന്റിന് ശേഷം ഫംഗ്ഷന് യാതൊരുവിധ മാറ്റവും ഇല്ല. ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണ്. ഡൺ. ഫംഗ്ഷൻ ചില ഇന്റർവെല്ലില് ഇൻക്രീസ് ചെയ്യുകയാണ്, ചില ഇന്റർവെല്ലില് ഡിക്രീസ് ചെയ്യുകയാണ്, ചില ഇന്റർവെല്ലില് കോൺസ്റ്റന്റ് ആണ്. നമ്മുടെ ലക്ഷ്യം വളരെ സിമ്പിൾ ആണ്. ഏതൊക്കെ ഇന്റർവെല്ലാണ് ഇത് ഇൻക്രീസിങ്, ഏതൊക്കെ ഇന്റർവെല്ലാണ് ഇത് ഡിക്രീസിങ് എന്ന് കണ്ടുപിടിക്കുക. നമ്മുടെ അടുത്ത് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വെറുതെ അയാളുടെ ഈ ഒരു ഫിഗർ വരച്ചു വെച്ചാൽ പോരാ. ഫിഗർ വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ പോരാ, നമ്മൾ അല്ലാതെ തന്നെ അതിനെ ഡിഫൈൻ ചെയ്ത് വെക്കണം. അപ്പൊ ശരി, ഞാൻ എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ ഒരു ഫംഗ്ഷന്റെ രണ്ട് വാല്യൂസ്, ഇവിടെ x1, ഇവിടെ x2. ഇത് രണ്ടിൽ ഏത് രണ്ട് വാല്യൂ ആയിക്കോട്ടെ, ഒരാൾ മറ്റേ ആളെക്കാൾ വലുതാകുന്ന രീതിയിൽ രണ്ട് വ്യത്യസ്തമായ വാല്യൂസ് എടുക്കുക. നിങ്ങൾ അതിന്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂസ് ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. ഇത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, x1 x2വിനേക്കാൾ ചെറുതാണെങ്കിൽ x1ന്റെ ഫംഗ്ഷൻ വാല്യൂ x2ന്റെ ഫംഗ്ഷൻ വാല്യൂവിനേക്കാൾ ചെറുതാണ്. അതായത് f of x1 ഈസ് ലെസ് ദാൻ f of x2 ഫോർ x1 ലെസ് ദാൻ x2. അതായത് വേരിയബിളിന്റെ വാല്യൂ കൂടുന്തോറും ഫംഗ്ഷന്റെ വാല്യൂ കൂടും. വേരിയബിളിന്റെ വാല്യൂ കൂടുന്തോറും ഫംഗ്ഷന്റെ വാല്യൂവും കൂടും. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ദെൻ f is increasing if f of x1 less than f of x2 for x1 less than x2. ഇനി ഡിക്രീസിങ് ആയ ഇന്റർവെല്ല് നിങ്ങൾ നോക്കൂ. ഡിക്രീസിങ് ആയ ഇന്റർവെല്ല് രണ്ട് പോയിന്റ് x1ഉം x2. ഓബിയസ്ലി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന x1 ആണ് x2വിനേക്കാൾ ചെറുത്, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഫംഗ്ഷൻ വാല്യൂ നോക്കൂ, എഫ് ഓഫ് x1ന്റെ ഫംഗ്ഷൻ വാല്യൂ ആണ് കൂടുതൽ പൊക്കത്തിൽ, എഫ് ഓഫ് x2ന്റെ ഫംഗ്ഷൻ വാല്യൂ കുറച്ച് താഴത്തിലാണ്. അതായത് എഫ് ഓഫ് x1 ഇസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2. അതായത് ചെറിയ വാല്യൂവിനാണ് വലിയ ഉത്തരം വരുന്നത്. കണ്ടോ, ചെറിയ വാല്യൂവിനാണ് വലിയ ഉത്തരം വരുന്നത്. x1 ലെസ് ദാൻ x2 ആണെങ്കിൽ എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുകയാണ്. എഫ് എന്ന ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുകയാണ്. എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2. കഴിഞ്ഞു. നൗ നെക്സ്റ്റ്, ഇവിടെ കോൺസ്റ്റന്റ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ ആക്സിസ് മുഴുവനായിട്ട് വരച്ചു കഴിയുമ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് x1 വരച്ചു, x2 വരച്ചു.
കോൺസ്റ്റന്റ് ആവുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, രണ്ട് സ്ഥലത്തും ഒരേ പൊക്കമാണ്. അതായത് ഒരേ ഫംഗ്ഷൻ വാല്യൂ, ഒരേ ഫംഗ്ഷൻ വാല്യൂ. അതായത് എഫ് ഇസ് കോൺസ്റ്റന്റ് ഇഫ് എഫ് ഓഫ് x1 equal to f of x2 for any x1 and x2. For any x1 and x2. ഏത് x1 ഏത് x2 എടുത്താലും ഫംഗ്ഷൻ വാല്യൂവിന് ഒരു മാറ്റവും സംഭവിക്കില്ല. ഫംഗ്ഷൻ വാല്യൂവിന് ഒരു മാറ്റവും സംഭവിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോ ഇൻക്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. അപ്പൊ വാട്ട് ഇസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ വെൻ ഡു യു സേ ദാറ്റ് എ ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ്? A function is increasing if f of x1 less than f of x2 whenever x1 less than x2. Okay. Decreasing f of x1 greater than f of x2 whenever x1 less than x2. And is a constant if f of x1 equal to f of x2 for all x1 and x2. Okay, മനസ്സിലായോ? Definitions മനസ്സിലായോ? മനസ്സിലായി സർ. ശരി, ഡൺ. അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി ഈ ഡെഫിനിഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഇൻക്രീസിങ് ആണ് ഡിക്രീസിങ് ആണെന്നൊന്നും തീരുമാനിക്കാൻ കഴിയില്ല. മാത്രമല്ല എല്ലാ ഫംഗ്ഷന്റെ ഒന്നും ഫിഗർ വരച്ചിട്ട് അയാൾ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ള ഇന്റർവെല്ല് ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കാനൊന്നും നമുക്ക് സമയമില്ല. അതൊരു മണ്ടത്തരമാണ്. അങ്ങനെ ചെയ്യുന്നത് ഒരു മണ്ടത്തരമാണ്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് ഒരു കോൺക്രീറ്റ് ആയി മറ്റൊരു മെത്തേഡ് വേണം. അപ്പൊ ഞാൻ ആ മെത്തേഡിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ശരി, അതായത് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഏതൊക്കെ ഇന്റർവെൽ ഫംഗ്ഷൻ തരും, ഇത് ഏത് ഇന്റർവെല്ലാണ് ഇൻക്രീസിങ്, ഏത് ഇന്റർവെല്ലാണ് ഡിക്രീസിങ്, ഇനി അല്ല കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് ഏത് ഇന്റർവെൽ എന്നാണ് വേണ്ടത്. ഇതാ നോക്കൂ, ഞാൻ ഇന്റർവെൽ ഇൻക്രീസിങ് ആയ ഒരു ഭാഗം വരയ്ക്കുകയാണ്. ഫംഗ്ഷന്റെ ഏതൊരു ഭാഗമാണ് അവിടെ ഇൻക്രീസിങ് ആണ്. നിങ്ങൾ കണ്ടു, അത് മുകളിലേക്ക് പോവുകയാണ്, ഇൻക്രീസിങ് ആണ്. ശരി, ഞാന് ഈ ഒരു ഓരോ പോയിന്റിലും ഉണ്ടല്ലോ, കുറച്ചുകൂടെ ഒന്ന് വളച്ചു വരയ്ക്കും. ഞാൻ ഇതിലെ ഓരോ പോയിന്റിലും ഈ ടാൻജന്റ് ലൈൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓരോ പോയിന്റിലും ടാൻജന്റ് ലൈൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ദാ ഈ ഒരു പോയിന്റില് ഞാനൊരു ടാൻജന്റ് ലൈൻ വരച്ചു, ഈ ഒരു പോയിന്റില് ഞാനൊരു ടാൻജന്റ് ലൈൻ വരച്ചു, ഈ ഒരു പോയിന്റില് ടാൻജന്റ് ലൈൻ വരച്ചു. ഓക്കെ, ഈ പാഠം തുടങ്ങിയപ്പോൾ, ഈ പാഠമല്ല, ഡെറിവേറ്റീവിന്റെ കൺസെപ്റ്റ് തുടങ്ങിയപ്പോൾ ഞാൻ ഡെറിവേറ്റീവിന്റെ രണ്ട് കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് ലൈനുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് എന്താണെന്ന് പറയാമോ? ലൈനുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ്, ഡെറിവേറ്റീവും ലൈനും തമ്മിലുള്ള ബന്ധം. അല്ലെങ്കിൽ ഡെറിവേറ്റീവ് സ്ലോപ്പും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാമോ? ഒരു ഫംഗ്ഷന്റെ ടാൻജന്റിന്റെ സ്ലോപ്പ് ആയിരിക്കും ഡെറിവേറ്റീവ്. അതെ, ഒരു ഫംഗ്ഷന്റെ ടാൻജന്റിന്റെ സ്ലോപ്പ് ആയിരിക്കും ഡെറിവേറ്റീവ്. അതായത് ഞാൻ ഇവിടെ ഓരോ പോയിന്റിനും എന്ത് വരച്ചു? ടാൻജന്റ് വരച്ചു. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് ആയിരിക്കും ഡെറിവേറ്റീവ്. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. ശരി, അപ്പൊ ഞാൻ ഓരോ പോയിന്റിലും സ്ലോപ്പ് വരയ്ക്കുന്നുണ്ട്. സ്ലോപ്പ് വരയ്ക്കാനായിട്ട് നിങ്ങൾക്കറിയാം, ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ ഓഫ് ദ ആംഗിൾ ആണ്. ടാൻ ഓഫ് ദ ആംഗിൾ ആണ് സ്ലോപ്പ്. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ചെയ്യുന്നത് കണ്ട, ആംഗിൾ വരച്ചു, തീറ്റ. ഓബിയസ്ലി അതൊരു അക്യൂട്ട് ആംഗിൾ ആണ്. 0-ന്റെ 90 ഡിഗ്രിയുടെ ഇടയിലിരിക്കുന്ന ആംഗിൾ ആണ്. എഗെയിൻ അക്യൂട്ട് ആംഗിൾ, 0-ന്റെ 90 ഡിഗ്രിയിലിരിക്കുന്ന ആംഗിൾ. എഗെയിൻ അക്യൂട്ട് ആംഗിൾ, 0-ന്റെ 90 ഡിഗ്രിയുടെ ഇടയിലിരിക്കുന്ന ആംഗിൾ. ഞങ്ങളുടെ ആംഗിൾ കാണാൻ വേണ്ടിയാണ് ഇവിടെ ചെറിയ ചെറിയ കോർഡിനേറ്റ്സ് വരച്ചത് കേട്ടോ. 0-ന്റെ 90 ഡിഗ്രിയുടെ ഇടയിലിരുന്ന ആംഗിൾ. ശരി, 0-ന്റെയും 90-ന്റെയും ഇടയിലുള്ള വാല്യൂ ടാനിന് കൊടുത്താൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. തീറ്റ അക്യൂട്ട് ആംഗിൾ ആണ്. അതായത് അയാള് 0-ന്റെയും 90 ഡിഗ്രിയുടെ ഇടയിലാണ്. 0-ന്റെയും 90 ഡിഗ്രിയുടെ ഇടയിലാണെങ്കിൽ ടാൻ ദാറ്റ് വാല്യൂ ഇസ് ഗോയിങ് ടു ബി പോസിറ്റീവ്. നിങ്ങൾക്കറിയാം,
ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏത് വാല്യൂ കൊടുത്താലും ട്രിഗ്നോമെട്രിക് വാല്യൂസ് പോസിറ്റീവ് ആണ്. ടാൻ തീറ്റ ഈസ് പോസിറ്റീവ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ് കേട്ടോ. ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് എന്ത്, അല്ലെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് ആണ് എന്ത്, എം. അപ്പൊ എം സ്ലോപ്പ് ഗ്രേറ്റർ ദാൻ 0, അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് തന്നെ ഞാൻ എഴുതാം. സ്ലോപ്പ് എന്ന് തന്നെ ഞാൻ എഴുതാം. സ്ലോപ്പ് ഗ്രേറ്റർ ദാൻ 0. ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് ഡെറിവേറ്റീവ്, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അതായത് ഇൻക്രീസിങ് ആകുന്ന സ്ഥലത്ത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ശരി, ഡൺ. ഗുഡ് ഒബ്സർവേഷൻ. അതായത് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ശരി, ഇനി ഡിക്രീസിങ് ആകുന്ന പോയിന്റ് നോക്കാം. ഡിക്രീസിങ് ആകുന്ന പോയിന്റ് ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുകയാണ്, അതുകൊണ്ട് താഴേക്ക് ഇങ്ങനെ വരച്ചു. ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യാണ്, കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ശരി, ഞാൻ ഓരോ പോയിന്റിലെയും ടാൻജന്റ് വരയ്ക്കുകയാണ്. ഓരോ പോയിന്റിലെയും ടാൻജന്റ് വരയ്ക്കും. ഓരോ പോയിന്റിലെയും ടാൻജന്റ് വരയ്ക്കുകയാണ്. ഞാൻ അവിടുത്തെ ആംഗിൾ വരയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആംഗിൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ വരച്ച ആംഗിൾ 0 ഡിഗ്രിയുടെ താഴെയാണ്. അതായത് സത്യം പറഞ്ഞാൽ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം അനുസരിച്ച് നമ്മുടെ ഫോർത്ത് കോർഡിനേറ്റിലാണ് കിടക്കുന്നത്. ഫോർത്ത് കോർഡിനേറ്റ് ആണ് കിടക്കുന്നത്. അതായത് തീറ്റ എന്ന് പറയുന്നത് 270 ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 270 ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 360 ഡിഗ്രി. ഫോർത്ത് ക്വാഡ്രന്റില് ടാൻ തീറ്റ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ടാൻ തീറ്റ നെഗറ്റീവ് ആണ്. അതായത് സ്ലോപ്പ് നെഗറ്റീവ് ആണ്. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവ് ആണ്. അതായത് ഡിക്രീസിങ് ആയപ്പോൾ ഡെറിവേറ്റീവ് നെഗറ്റീവായി. ഡിക്രീസിങ് ആയപ്പോൾ ഡെറിവേറ്റീവ് നെഗറ്റീവായി. അതായത് ഡിക്രീസിങ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണ്. ആൻഡ് ഫൈനലി കോൺസ്റ്റന്റ് ആകുന്ന ഒരു പോയിന്റ് കൂടെ നമ്മൾ നോക്കുകയാണ്. കോൺസ്റ്റന്റ് ആകുന്ന സ്ഥലങ്ങൾ. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ അവിടെ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജന്റുകളെല്ലാം നിങ്ങളുടെ ആ ഒരു കോൺസ്റ്റന്റ് ലൈനുമായിട്ട് ഇൻക്ലൈൻഡ് ആയിരിക്കും. അതായത് നിങ്ങളുടെ തീറ്റ 0 ആയിരിക്കും. അതായത് ടാൻ തീറ്റ ടാൻ 0 ആണ്, ടാൻ 0 0 ആണ്. അതായത് സ്ലോപ്പ് 0 ആണ്. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആണ്. അതായത് കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആയിരിക്കും. എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആയിരിക്കും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ 3 കാര്യവും മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, നമ്മൾ മാത്സുകാര് ഇത് കാര്യകാരണ സഹിതം മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന്, എന്തുകൊണ്ടാണ് വന്നതെന്നെല്ലാം വ്യക്തമായി നിങ്ങളുടെ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ശരി, അപ്പൊ നമ്മള് ഈ ഒരു ടൂളിനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്താണ് നമ്മുടെ മാറിപ്പോ ഇന്റഗ്രേഷൻ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് തീരുമാനിക്കാനായി ഉപയോഗിക്കുന്നത് ഈ ഒരു ടൂളിനെയാണ്. അപ്പൊ ഞാൻ ആ കാര്യമാണ് ഇവിടെ തിയറം 3.12 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. 3.12 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ആ ഫിഗർ എല്ലാം അവിടെ വരച്ചിട്ടുണ്ട്. ഞാൻ വരച്ച ഫിഗറുകളെല്ലാം അവരിവിടെ വരച്ചിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്, ഓപ്പൺ ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ നോക്കണം ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ്, ക്ലോസ്ഡ് ഇന്റർവെൽ ആണ് എ ബി, ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ്. അതേസമയം ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ, കറസ്പോണ്ടിങ് ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ 0-നേക്കാൾ വലുതാണ് ഫോർ ഓൾ എക്സ് ഇൻ ദിസ് ഇന്റർവെൽ. എ ബി എന്ന് പറയുന്ന ഇന്റർവെല്ലില്
എഫ് ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ മൊത്തത്തിൽ എപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. ഇനി എഫ് ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ എപ്പോഴും ഡിക്രീസിങ് ആയിരിക്കും. എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആണോ, ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഡൺ. ഇതാണ് തിയറം. ഈ തിയറം ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പ്രോബ്ലംസ്, അതായത് ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് തീരുമാനിക്കാൻ പോകും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. Find the intervals on which f of x is equal to x square minus 4x plus 3 is increasing and the intervals on which it is decreasing. ഏത് ഇന്റർവെല്ലിലാണ് ഈ പുള്ളിക്കാരൻ ഇൻക്രീസിങ് ആവുന്നത്, ഏത് ഇന്റർവെല്ലിലാണ് ഈ പുള്ളിക്കാരൻ ഡിക്രീസിങ് ആവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ വൈറ്റ് സ്ക്രീൻ കാണാമല്ലോ അല്ലെ, എഴുതുന്ന സ്ക്രീൻ കാണാമല്ലോ. ഓക്കെ, ഡൺ. ശരി, അപ്പൊ ഈ ഫംഗ്ഷൻ എവിടെയൊക്കെ ഇൻക്രീസിങ് ആണ്, എവിടെയൊക്കെ ഡിക്രീസിങ് ആണ്. ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് തീരുമാനിക്കുന്നതല്ല, ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. അതുകൊണ്ട് ഞാൻ ഇയാളുടെ ഡെറിവേറ്റീവ് എടുക്കുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 4. ഡൺ. ശരി, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഞാൻ ഈക്വൽ ടു 0 കാണാൻ പോവാണ് കേട്ടോ. ഈക്വൽ ടു 0 എപ്പോ ഇയാൾ 0 ആകും. അപ്പൊ ഞാൻ നോക്കുമ്പോൾ 2x മൈനസ് 4 ഈക്വൽ ടു 0, അതായത് 2x ഈക്വൽ ടു 4, x ഈക്വൽ ടു 2. ഡെറിവേറ്റീവ് ആണ് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഒക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഡെറിവേറ്റീവ് എടുത്ത് 0ക്ക് ഇക്വേറ്റ് ചെയ്തു. എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു, x ഈക്വൽ ടു 2. ഇനിയാണ് പ്രോസസ്. ഞാൻ നമ്പർ ലൈൻ വരയ്ക്കുന്നു. ഇപ്പോ എക്സിന്റെ വാല്യൂ കിട്ടിയല്ലോ, എഫ് ഡാഷ് ഓഫ് എക്സ് എപ്പോ 0 ആവുമെന്ന് കിട്ടിയല്ലോ, x ഈക്വൽ ടു 2. ഞാൻ ആ പോയിന്റിനെ ഇവിടെ മാർക്ക് ചെയ്തു 2. എന്നിട്ട് ഈ 2ന്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഓരോ നമ്പേഴ്സ്, ആർബിട്രറി നമ്പേഴ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ ചൂസ് ചെയ്യുമ്പോൾ ചേർത്ത് ചൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ അപകടമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ ഇപ്പുറത്ത് 0 ചൂസ് ചെയ്തു, ചെറുതാണല്ലോ. ഇപ്പുറത്ത് ഞാൻ 3 ചൂസ് ചെയ്തു, 0 ചൂസ് ചെയ്തു, 3 ചൂസ് ചെയ്തു. ഇനി ഞാൻ ഈ 0ത്തിന് എടുത്ത് എഫ് ഡാഷിന്റെ അകത്ത് കൊടുത്തു, എഫ് ഡാഷ് ഓഫ് 0. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ 2x മൈനസ് 3 ആണ്. 2 into 0 മൈനസ് 4, അതായത് -4, നെഗറ്റീവ് ആണ്. ഇനി ഇപ്പുറത്ത് 3 ആണ് ചൂസ് ചെയ്തത്, അതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് 3 കൊടുക്കുന്നു. 2 into 3 മൈനസ് 4, ദാറ്റ് ഇസ് 2, ഗ്രേറ്റർ ദാൻ 0. അതായത് 2ന്റെ ലെഫ്റ്റിലേക്ക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ്. 2ന്റെ ലെഫ്റ്റിലേക്ക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ്. അതേസമയം 2ന്റെ റൈറ്റിലേക്ക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. അതായത് therefore 2ന്റെ ലെഫ്റ്റിൽ, അതായത് ഇന്റർവെൽ -∞ to ക്ലോസ്ഡ് ഇന്റർവെൽ 2, ഫംഗ്ഷൻ f of x is decreasing. ഇനി 2ന്റെ റൈറ്റിലേക്ക്, അതായത് ക്ലോസ്ഡ് ഇന്റർവെൽ 2 to ഇൻഫിനിറ്റി, f of x is increasing. ആണ്. ഡൺ. ഇത്രയേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ് വാല്യൂ കിട്ടും. ആ എക്സ് വാല്യൂകളെ എല്ലാവരെയും നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക. നിങ്ങൾ ഈ എക്സ് വാല്യൂവിന്റെ ഇടയിലുള്ള കുറച്ച് വാല്യൂസ് ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ ചൂസ് ചെയ്യാം. ഓക്കെ, അതില് ആരെയൊക്കെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊടുത്താൽ പോസിറ്റീവ് നെഗറ്റീവ് കിട്ടും നോക്ക്. നെഗറ്റീവ് കിട്ടുന്ന പോർഷൻ ഡിക്രീസിങ് പോർഷൻ ആയിരിക്കും. ഇൻക്രീസിങ് കിട്ടുന്ന പോർഷൻ പോസിറ്റീവ് കിട്ടുന്ന പോർഷൻ ഇൻക്രീസിങ് പോർഷൻ ആയിരിക്കും. നിങ്ങളിവിടെ നോക്കുക, ഞാനിവിടെ 0 കൊടുത്തു.
നെഗറ്റീവ് കിട്ടി. നിങ്ങൾ 1 കൊടുത്താലും നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. -100 കൊടുത്താലും നെഗറ്റീവ് തന്നെ കിട്ടും. വെറുതെ വലുത് കൊടുത്ത് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ചെറുത് കൊടുത്തത്. ഈ ഭാഗത്ത് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കാൻ ഇതിന്റെ അകത്ത് നിന്ന് ഒരാളെ എടുത്ത് അങ്ങ് കൊടുത്തു നോക്കിയപ്പോൾ നെഗറ്റീവാണ്. അതേപോലെ ഇപ്പുറത്ത് പോസിറ്റീവ് ആണോ എന്ന് നോക്കാൻ ഒരാളെ എടുത്ത് കൊടുത്തു നോക്കി. ഇപ്പൊ പോസിറ്റീവാണ്. കാര്യം കഴിഞ്ഞു. അപ്പൊ ഈ ഇന്റർവെല്ലിലാണ് ഫംഗ്ഷൻ ഡിക്രീസിങ്, ഈ ഇന്റർവെല്ലില് ഫംഗ്ഷൻ ഇൻക്രീസിങ്. നമുക്ക് ഇയാളുടെ ഫിഗർ ഒന്ന് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് വളരെ നന്നായി തന്നെ ക്വസ്റ്റ്യന്റെ ഫിഗറുകളെല്ലാം വരച്ചിട്ടുണ്ട്. നോക്കുക, ഈ കാണുന്നതാണ് ഈ ഒരു പാർട്ടിക്കുലർ ഫംഗ്ഷന്റെ ഫിഗർ. നോക്കൂ, 2ന്റെ അടുപ്പിച്ച് ഫംഗ്ഷൻ 2ന്റെ അടുപ്പിച്ച് അതുവരെ ഫംഗ്ഷൻ കുറഞ്ഞു വന്നുകൊണ്ടിരുന്നതിന് ശേഷം 2 തൊട്ട് കൂടി പൊയ്ക്കൊണ്ടിരിക്കുക. അതാണ് പറഞ്ഞത്, 2ന്റെ മുമ്പിലേക്ക് ഫംഗ്ഷൻ ഡിക്രീസിങ്ങും 2ന് ശേഷം ഫംഗ്ഷൻ ഇൻക്രീസിങ്ങുമാണ്. കഴിഞ്ഞു. ശരി, നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ ഇന്റർവെൽസ് ഓൺ വിച്ച് f of x equal to x³ is increasing. ഇനി അടുത്ത ഫംഗ്ഷൻ x³ ആണ് കേട്ടോ. അടുത്ത ഫംഗ്ഷൻ x³ ആണ്. ഈ x³ എവിടെയൊക്കെ ഇൻക്രീസിങ്, x³ എവിടെയൊക്കെ ഡിക്രീസിങ് എന്നാണ് ചോദ്യം. f of x x³ ആണ്. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും പറയാമോ? ഡെറിവേറ്റീവ് എടുക്കണം. അതെ, ഡെറിവേറ്റീവ് എടുക്കണം. f dash of x എന്ന് പറയുന്നത് 3x² ആണ്. ഇനി അയാളെ 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. 3x² 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. 3 × x² 0 ആകാൻ x 0 ആകണം. അല്ലാതെ മറ്റു വഴികളില്ല. നമ്പർ ലൈൻ എടുക്കുന്നു, നമുക്ക് കിട്ടിയ പോയിന്റിനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പൊ 0 ആണല്ലോ കിട്ടിയത്. 0ന്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഓരോ നമ്പേഴ്സ് വെറുതെ ചൂസ് ചെയ്യാം. ഞാൻ 1ഉം -1ഉം ചൂസ് ചെയ്തു. നമ്മുടെ സൗകര്യത്തിനാണ്. ചെറിയ നമ്പർ കൊടുത്താൽ പെട്ടെന്ന് കാൽക്കുലേഷൻ നടക്കും, ഇല്ലെങ്കിൽ പാടായിരിക്കും. ഞാൻ f dash of -1 കൊടുക്കുന്നു. That is equal to 3 into -1 square. That is 3. 3 into -1 square. That is 3. Done. ഇനി dash of x. Okay, done. ഇനി അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. നെക്സ്റ്റ് f dash of 1. 3 into 1 square. 3 into 1 square. That is 3 again greater than 0. അതായത് 0യുടെ ലെഫ്റ്റിലും 0യുടെ റൈറ്റിലും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. f ഡാഷ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. അതായത് 0യുടെ ലെഫ്റ്റിലും 0യുടെ റൈറ്റിലും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. therefore f dash of x അല്ല, f of x is always increasing. f of x എപ്പോഴും ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. f of x എപ്പോഴും ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. f of x is always increasing. -1 കൊടുത്തപ്പോഴും പോസിറ്റീവ്, 1 കൊടുത്തപ്പോഴും ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. അതായത് f of x എപ്പോഴും ഇൻക്രീസിങ് ആണ്. ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന വാല്യൂ വളരെ ശ്രദ്ധയില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ f of x എടുത്ത് കൊടുക്കും. f of x എടുത്ത് കൊടുക്കുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും മാറും, വേറെ ഉത്തരങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉത്തരം തെറ്റും. നിങ്ങൾ ആലോചിക്കണം, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഫംഗ്ഷന്റെ പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂകളല്ല, പകരം ഡെറിവേറ്റീവിന്റെ പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂകളാണ്. അത് ശ്രദ്ധിക്കുക. അപ്പൊ f ഡാഷ് എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് f of x എപ്പോഴും ഇൻക്രീസിങ് ആണ്. f of x എപ്പോഴും ഇൻക്രീസിങ് ആണ്. നമുക്ക് അയാളുടെ ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കാം. ദാ ഈ കാണുന്നതാണ് ഫംഗ്ഷന്റെ ഫിഗർ. ഈ കാണുന്നതാണ് x³ എന്ന ഫംഗ്ഷന്റെ ഫിഗർ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അയാള് കൂടി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഈ ഒരു ഭാഗം എത്തിയപ്പം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു, ഒന്ന് പതുക്കെ ഒന്ന് കൂടി. ഇവിടെ കൂടിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്, ഇൻക്രീസ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എങ്കിലും ഈ
റാപ്പിഡ് ആയിട്ടുള്ള ഇൻക്രീസ് ഇല്ല കേട്ടോ, റാപ്പിഡ് ആയിട്ടുള്ള ഇൻക്രീസ് ഇല്ല. ഒന്ന് പതുക്കെ ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിച്ച് പതുക്കെ ഇൻക്രീസ് ചെയ്യുകയാണ്. ഒരു പോയിന്റിന് ശേഷം വീണ്ടും റാപ്പിഡ് ആയിട്ടുള്ള ഇൻക്രീസ് തുടങ്ങുക. ഒരിക്കലും ഈ ഫംഗ്ഷൻ താഴേക്ക് പോകുന്നില്ല, മുകളിലേക്ക് തന്നെ പോകും, മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡൺ. അപ്പൊ ഫംഗ്ഷന്റെ ഇൻക്രീസിങ് ഡിക്രീസിങ് പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇൻക്രീസിങ് ഡിക്രീസിങ് പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഡൺ. ശരി, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അടുത്ത ഫംഗ്ഷൻ ഇച്ചിരി കൂടെ വലിയൊരു ഫംഗ്ഷൻ ഞാൻ തരികയാണ്. സിമ്പിൾ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനുകളും അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്ത് 0 ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫംഗ്ഷൻ അല്ല തരുന്നത്. f of x is equal to 3x raised to 4 plus 4x cube minus 12x square plus 2. 3x raised to 4 plus 4x cube minus 12x square plus 2. നമ്മൾ ഇയാളുടെ ഡെറിവേറ്റീവ് എടുക്കുന്നു. f dash of x is equal to 3 into 4. 3 into 4 12 ആണ്, 12x cube plus again 3 into 4 12x square minus 24x. ഡെറിവേറ്റീവ് കിട്ടി. ഞാനിവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടേ 0ക്ക് ഇക്വേറ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇതൊരു വലിയ അതായത് തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളുടെ ഫോർമുലയുണ്ട് -b + or -√b² - 4ac/2a. പക്ഷെ ഇവിടെ അതല്ല അവസ്ഥ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 12നെയും എക്സിനെയും കോമൺ എടുക്കും. അപ്പൊ ഇവിടെ x² ആകും, ഇവിടെ x ആകും, ഇവിടെ -2 ആകും. x² + 1 - 2. ഇനി ഈ പുള്ളിക്കാരൻ പ്രോഡക്റ്റ് -2 സം 1. പ്രോഡക്റ്റ് -2 സം 1 വരുന്നെങ്കിൽ 2ഉം 1ഉം ആയിരിക്കും. അതുകൊണ്ട് x² × x + 2x - x - 2. That is equal to 12x into x into x plus 2 minus 1 into x plus 2. x plus 2നെ കോമൺ എടുക്കുമ്പോൾ ഇയാള് 12x into x plus 2 into x minus 1. 12x into x plus 2 into x minus 1. കഴിഞ്ഞു. ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞു. നമ്മൾ അല്ലെങ്കിലും നേരത്തെ ഡെറിവേറ്റീവ് എടുത്ത് കഴിഞ്ഞു. പക്ഷെ എനിക്ക് അയാൾ അങ്ങനെ തന്നെ വിട്ടു കഴിഞ്ഞാലേ 0യോട് ഇക്വേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. 0യുടെ അടുത്ത് ഇക്വേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ശരി. ഇനി നമുക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം കേട്ടോ. f dash of x 0ക്ക് ഇക്വേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് 12x into x plus 2 into x minus 1 equal to 0. ഇത് 0 ആകണമെങ്കിൽ ഈ പ്രോഡക്റ്റിൽ ആരെങ്കിലും ഒരാൾ 0 ആകും. 12 0 ആകാൻ പോകുന്നില്ല, അത് നിങ്ങൾക്ക് അറിയാം. ഈ x 0 ആയിരിക്കാം, ഈ x plus 2 0 ആയിരിക്കാം, അല്ല എങ്കിൽ x minus 1 0 ആയിരിക്കാം. അതായത് x 0 ആയിരിക്കാം, x plus 2 0 ആവുക എന്ന് പറഞ്ഞാൽ x minus 2 ആവുക എന്നാണ്. x minus 1 0 എന്ന് വെച്ചാൽ x 1 ആവുക എന്നുള്ളതാണ്. അതായത് x സ്വീകരിക്കുന്ന വാല്യൂസ് 0, -2, 1. അപ്പോഴൊക്കെ f dash എന്താവും? 0 ആവും. നമ്മുടെ അടുത്ത പ്രൊസീജിയർ നിങ്ങൾക്കറിയാം. ഈ കിട്ടിയ വാല്യൂസിന് മൊത്തം നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുന്നു. നേരത്തെ കിട്ടിയതുപോലെയല്ല. നേരത്തെ രണ്ടിടത്തും ഒരേ ഒരു എക്സ് വാല്യൂ, f dash 0 ആവുന്ന ഒരേ ഒരു എക്സ് വാല്യൂ കിട്ടത്തുള്ളൂ. ഇവിടെ 3 എണ്ണം കിട്ടി. 0, -2, 1. 0, -2, 1. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടിക്കുലർ 3 വാല്യൂവിന്റെ ഇടയിലുള്ള ഇഷ്ടമുള്ള വാല്യൂ ചൂസ് ചെയ്യുക. ഞാൻ ഇവിടെ -3 ചൂസ് ചെയ്തു. ഇവിടെ -2ന്റെ 0ന്റെ ഇടയിൽ -1 ചൂസ് ചെയ്തു. 0യുടെയും 1ന്റെ ഇടയിൽ 1/2 ചൂസ് ചെയ്തു. 1ന് ശേഷം 2 ചൂസ് ചെയ്തു. ശരി, ഇയാളെ ഓരോന്നായിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഡെറിവേറ്റീവിൽ കൊടുക്കുകയാണ് കേട്ടോ. ഡെറിവേറ്റീവ് കൊടുക്കുകയാണ്. -3 കൊടുത്തു.
അതായത് 12 ഇൻറ്റു -3 ഇൻറ്റു ഈ എക്സ് പ്ലസ് മൈനസ് -3 + 2 ഇൻറ്റു -3 - 1. നിങ്ങൾ നോക്കൂ, ഇയാള് 12 പോസിറ്റീവ് ആണ്, -3 നെഗറ്റീവ് ആണ്. അതേസമയം -3 + 2 നെഗറ്റീവ് ആണ്, -1 - 2 നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് ലെസ് ദാൻ 0. നെഗറ്റീവ് ആണ്, ലെസ് ദാൻ 0. നിങ്ങൾ നോക്കുക, ഞാനിവിടെ ചെയ്ത് എന്താണെന്ന് നോക്കണേ. ഞാൻ ആക്ച്വൽ വാല്യൂ കണ്ടുപിടിച്ചില്ല. ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അവസാനിപ്പിക്കാം കേട്ടോ. എനിക്ക് അവിടുത്തെ ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അതാണ് ഞാനിവിടെ കാണിച്ചത്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാത്രം നോക്കിയിട്ട് എന്റെ കൺക്ലൂഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ, പലർക്കും വേണമെങ്കിൽ ഇത് ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടാകാം. അപ്പൊ -12 ഇൻറ്റു -3 -36. -36 ഇൻറ്റു -1 36. 36 ഇൻറ്റു -4 36 ഇൻറ്റു -4 that will be 120 144 -144 നെഗറ്റീവ് ആണ് കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത വാല്യൂ f' ഓഫ് -1 കൊടുക്കുക. f' ഓഫ് -1 12 ഇൻറ്റു -1 ഇൻറ്റു -1 + 2 ഇൻറ്റു -1 - 1. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് that is going to be positive greater than 0. ഇനി അടുത്ത 1/2 ഉണ്ട്. f' ഓഫ് 1/2. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എന്തായാലും കണ്ടുപിടിക്കുന്നില്ല. f' ഓഫ് 1/2 that will be 12 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 + 2 ഇൻറ്റു 1/2 - 1. That will be positive ഇൻറ്റു 1/2 - 1. അര -1 മൈനസ് നെഗറ്റീവ് ആണ്. അതായത് ഇത് നെഗറ്റീവ് ആണ്, ലെസ് ദാൻ 0. ഫൈനലി ഒരു വാല്യൂം കൂടെ കൊടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, f' ഓഫ് 2. 12 ഇൻറ്റു 2 ഇൻറ്റു 2 + 2 ഇൻറ്റു 2 - 1. പോസിറ്റീവ് ആണ്. അതായത് -2ന് മുമ്പേ ഉള്ള ഏതോ വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടി. -2ന്റെ 0യുടെ ഇടയിലുള്ള വാല്യൂ കൊടുത്തപ്പോൾ പോസിറ്റീവ് കിട്ടി. 0യുടെ 1ന്റെ ഇടയിലുള്ള വാല്യൂ കൊടുത്തപ്പോൾ നെഗറ്റീവ് കിട്ടി. 1ന് ശേഷമുള്ള വാല്യൂ കൊടുത്തപ്പോൾ പോസിറ്റീവ് കിട്ടി. അതായത് -3ക്ക് ശേഷം അങ്ങോട്ട്, -3 അല്ല, -2ന് ശേഷം അങ്ങോട്ട്, അതായത് -∞ മുതൽ -2 വരെ നെഗറ്റീവ് ആണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ഡിക്രീസിങ് ആണ്. അതേസമയം -2 മുതൽ 0 വരെ എടുത്തപ്പോൾ പോസിറ്റീവ് ആണ് കിട്ടിയത്, ഇൻക്രീസിങ് ആണ്. അടുത്ത് 0 മുതൽ 1 വരെ എടുത്തപ്പോൾ നെഗറ്റീവ് ആണ് കിട്ടിയത്, ഡിക്രീസിങ് ആണ്. പിന്നെ 1ന് ശേഷമുള്ള വാല്യൂ കൊടുത്തപ്പോൾ പോസിറ്റീവ് ആണ് കിട്ടിയത്, അതായത് ഇൻക്രീസിങ് ആണ്. ഞാൻ റൗണ്ട് ചെയ്ത വാല്യൂ മാത്രമേ ഇന്റർവെല്ലിന്റെ എൻഡ് പോയിന്റ്സ് ആയിട്ട് എഴുതാവൂ. അല്ലാതെ ഇടയിലുള്ള പോയിന്റ്സ് ഒന്നും തെറ്റിദ്ധരിച്ച് എൻഡ് പോയിന്റ് ആയിട്ട് എഴുതരുത്. അവരെല്ലാം നമ്മൾ ചുമ്മാ കൊടുക്കാൻ ചൂസ് ചെയ്ത പോയിന്റുകളാണ്. Therefore, f of x is increasing on -2, 0 union 1, infinity, and f of x is decreasing on 0, 1 union -infinity, -2.
ഡൺ.